നമ്മുടെ വാർത്താ സംഘം ഷിരൂരിൽ ക്യാമ്പ് ചെയ്യുകയാണ്. കാര്യം ഇന്ന് 10ാം ദിനമാണ്. മണ്ണിടിച്ചിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 10ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ അതിനിർണായക ദിവസമാണിന്ന്. അപകട സ്ഥലത്ത് നിന്ന് 20 മീറ്റർ മാറി കണ്ടെത്തിയ ലോറിയിൽ അർജുനെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്ന് ദൗത്യസംഘം ആദ്യത്തെ പരിഗണന നൽകുന്നത്. ഡ്രോൺ ദൗത്യത്തിനായി നമ്മുടെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും ഇപ്പോൾ ഷിരൂരിലുണ്ട്. ലോറി വലിച്ചു കയറ്റാൻ വലിയ ക്രെയിൻ സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നപ്പോൾ. തത്സമയ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം, ഷഫീദ് റാവുത്തർ, അരുൺ പാറക്കൽ എന്നിവർ ചേരുകയാണ്. അതുപോലെ നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ നമുക്കൊപ്പം അല്പനിമിഷങ്ങൾക്കകം ചേരും. ആദ്യം നമുക്ക് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്മോട് സംസാരിച്ചതുകൂടി പ്രേക്ഷകരെ കാണിച്ചു തരാം. ഹോം ഡൗൺ ടു എ സ്മോൾ ലൊക്കേഷൻ, റിവറിൻ്റെ മിഡിലായിട്ട്, പുഴയുടെ മിഡിലായിട്ട് വി ആർ ഹോപ്പ്ഫുൾ. ആ ലൊക്കേഷൻ തന്നെയാണ് കറക്റ്റ് ട്രക്കിൻ്റെ ലൊക്കേഷൻ. രാവിലെ നമ്മൾ ഡ്രോൺ ആക്ടിവേറ്റ് ചെയ്ത ശേഷം അവിടെ ഈ ഡ്രോണിൻ്റെ സ്കാൻ നടത്തിയിട്ട് ബെസ്റ്റ് പ്രൊഫൈലിംഗ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ആ പ്രൊഫൈലിംഗ് ചെയ്താൽ അതിൻ്റെ ഏത് റൂട്ട് എടുത്തിട്ട് നമുക്ക് ബെസ്റ്റായിട്ട് ക്യാബിന് എത്താൻ പറ്റും, അതൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ നോക്കുന്നത്. ഇറ്റ് വിൽ ഹെൽപ്പ് ദ നേവൽ ഡൈവേഴ്സ്. കാരണം അവിടെ ഒരുപാട് കറണ്ട് ഉണ്ട്. ഇറ്റ്സ് വെരി വെരി റിസ്കി ഫോർ നേവൽ ഡൈവേഴ്സ് ഇൻ റോൾ ടു ഗോ ഇൻ. വേറെ ഒരു വഴിയില്ല അവരെ എടുക്കാനായിട്ട് പുറത്ത്. സോ ഇതൊക്കെ നോക്കുമ്പോൾ ദിസ് ഡ്രോൺ ഓപ്പറേഷൻ വിൽ ബിക്കം ക്രിട്ടിക്കൽ. അത് എങ്ങനെ മോസ്റ്റ് പ്രിസൈസ് മാനറിൽ വെതർ കേട് വന്നാലും എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ തീർച്ചയായിട്ടും ഈ മാധ്യമത്തിൻ്റെ ഒരു സമ്മർദ്ദം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് ചെന്നലിക്കുകയും അതുവഴി ഒരുപാട് സമ്മർദ്ദങ്ങൾ കർണാടക സർക്കാരിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തത്സമയ വിവരങ്ങൾ നൽകുമ്പോൾ അത് യഥാർത്ഥമായ വിവരങ്ങളായിരിക്കണം, യാഥാർത്ഥ്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാകണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വളരെ സീനിയറായ റിപ്പോർട്ടേഴ്സാണ് ഇപ്പോൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. ദിവസങ്ങളായി അവിടെയുള്ള ഹാഷ്മി താജ് ഇബ്രാഹിം, അതുപോലെ ഷഫീദ് റാവുത്തർ, അരുൺ പാറക്കൽ എന്നിവർ ചേരും. അതുപോലെ തന്നെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ കൂടി ഓരോ മിനിറ്റിലും കാര്യങ്ങൾ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്ക് ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക് പോകാം. ഹാഷ്മി, ഇന്ന് ശരിക്കും വളരെ നിർണായകമായ ദിവസമാണ്. കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങളായി അർജുൻ്റെ കാര്യം സംസാരിച്ചും പറഞ്ഞും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അർജുൻ ജീവനോട് മടങ്ങി വരണം എന്ന് ആളുകൾ ആഗ്രഹിക്കുന്നു. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. കാര്യം ഇത്രയധികം ദിവസമായി ഈ ട്രക്ക് വെള്ളത്തിൽ കിടക്കുകയാണ്. നമ്മൾ യാഥാർത്ഥ്യത്തിൽ നകന്ന് ചിന്തിച്ചിട്ടും കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് ഞാൻ ഒരു കാര്യം കൂടി നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടേഴ്സിനോട് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ചാനൽ മുന്നേറ്റത്തിന് വേണ്ടി നമുക്ക് ബോധ്യപ്പെടാത്ത ഒരു വാർത്തയും നമ്മൾ സംപ്രേഷണം ചെയ്യില്ല എന്ന് ഞാൻ പ്രേക്ഷകർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം ചാനൽ മത്സരത്തിൽ മനുഷ്യാംശം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ചില പ്രേക്ഷകരൊക്കെ, നമ്മളോട് എപ്പോഴും ഒന്നിച്ച് സഞ്ചരിക്കുന്ന ചില പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട്. പറയൂ ഹാഷ്മി, എന്താണ് ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് ഫ്രം ഷിരൂർ? എസ് കെ എൻ ഇവിടെ കമന്റ് ബോക്സിലെ പ്രാർത്ഥന മാത്രമല്ല, കേരളം ഒന്നാകെയുള്ള ഹൃദയമടക്കിയുള്ള വലിയ പ്രാർത്ഥനയിലാണ്. അത് അർജുനെ കരുത്തോടുകൂടി കരയിലേക്ക് എത്തിക്കണേ ദൈവമേ എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്നറിയില്ല എസ് കെ എൻ. കാരണം ഈ ലോറി 10ാം നാളാണ്. അത് അത്ഭുതങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. അത്ഭുതങ്ങൾ സംഭവിക്കണം. എസ് കെ എൻ അതെന്തുമായിക്കോട്ടെ, ഇന്നലെ നമ്മൾ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനുമായി സംസാരിച്ചു. ജിതിൻ പറഞ്ഞത് പ്രാർത്ഥിക്കുക എന്ന 2 വാക്കുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വലിയ പ്രതീക്ഷയിൽ, പ്രാർത്ഥനയിലാണ്. ഒരേ സമയം തന്നെ 10ാം നാൾ ആശങ്കയുടെയും പ്രതീക്ഷയുടേതുമാണ്. എസ് കെ എൻ, ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ ഷിരൂരിലേക്ക് വന്ന് ആദ്യ 8 നാളുകളിൽ അല്ലെങ്കിൽ 9ാം നാൾ രാവിലെ വരെ ക്ലൂലെസ്സായി നിന്നെങ്കിൽ ഇന്നലെയോടുകൂടി ആ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുന്നു. ലോറി ഈ ഷിരൂർ നദിയിൽ കണ്ടെത്തിയിരിക്കുന്നു, മൺകൂനയ്ക്കും കരയ്ക്കുമിടയിലെ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ കൃത്യം ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയുള്ള പ്രധാന വെല്ലുവിളി, പ്രതിസന്ധി എസ് കെ എൻ, നേവിയുടെ മുങ്ങൽ സംഘത്തിന് ഡൈവർമാർക്ക് അതിനുള്ളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. എസ് കെ എൻ, നമ്മുടെ നാട്ടിലെ പുഴകൾ പോലെയല്ല ഈ ഗംഗാവാലി പുഴ. അത് ഭീകരമായ, കണ്ടാൽ തന്നെ പേടിയാവുന്ന രീതിയിലുള്ള ഒരു വലിയ പുഴയാണ്. അതിന്റെ മുകൾ പരപ്പിലെ തന്നെ കനത്ത ഒഴുക്കാണ്. അടിത്തട്ടിലേക്ക് ഇത് അഴിമുഖത്തോട് ചേരുന്ന, ഗോകർണത്തോട് ചേരുന്ന ഒരു ഭാഗമൊക്കെയാണ്. വലിയ ആഴമുണ്ട്, അതിഭീകരമായ അടിയൊഴുക്കാണ്. അതുകൊണ്ട് നേവിയുടെ ഡൈവർ സംഘത്തിന് അതിനുള്ളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടക്കം മുതൽ സോണാർ പരിശോധന നടക്കുമ്പോൾ പോലും നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അതിനുള്ളിലേക്ക് പോകാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, അവർക്ക് പോയേ മതിയാവുകയുള്ളൂ. കാര്യം ഈ ദൗത്യം ഇനി ഒരൊറ്റ അടി മുന്നോട്ടേക്ക് നീങ്ങണമെങ്കിൽ നേവിയുടെ ഡൈവർ സംഘം പുഴയുടെ ഉള്ളിലേക്ക് പോവുകയും ഈ ട്രക്കിലേക്ക് എത്തുകയും ചെയ്യണം. നാവികസേന പറയുന്നു, നാവികസേനയുടെ പ്രയോറിറ്റി ലോറി ഉയർത്തലല്ല,
അത് അർജുൻ തന്നെയാണ് പ്രയോറിറ്റി എന്ന് പറയുന്നു SKN. ഏറ്റവും എന്ന് പറഞ്ഞാൽ ഈ അടിയൊഴുക്ക് അല്ലെങ്കിൽ കുത്തൊഴുക്ക് മൊത്തം മാറി മുങ്ങാനിരിക്കുകയല്ല, അല്ലെങ്കിൽ ഡൈവ് ചെയ്യാനിരിക്കുകയല്ല നാവികസേന സംഘം. അനുയോജ്യമായ ഒരു ചെറിയ സാഹചര്യം എപ്പോൾ ഉണ്ടാകുന്നു അപ്പോൾ തന്നെ ഡൈവ് ചെയ്യുക എന്ന ആ നിർദ്ദേശം കാത്തിരിക്കുകയാണ്. അങ്ങനെ ഡൈവ് ചെയ്യുന്ന ആദ്യ നാവികസേന മുങ്ങൽ വിദഗ്ധാംഗം പോവുക ഈ ലോറിയുടെ അടിത്തട്ടിലേക്കാണ്, അതിന്റെ ക്യാബിനിലേക്കാണ്. SKN കാർവാർ SP നമ്മളോട് ഇന്നലെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ഈ ലോറി ഈ പുഴയുടെ അടിയിൽ ഇങ്ങനെ ടയറുകൾ മുകളിലായി കീഴ്മേൽ മറിഞ്ഞിങ്ങനെ കിടപ്പാണ്. അപ്പൊ ഈ ക്യാബിനിലേക്ക് പോയതിനു ശേഷം നമ്മുടെ പ്രിയപ്പെട്ട അർജുന്റെ അവസ്ഥ എന്താണ് എന്നറിയുക എന്നുള്ളത് തന്നെയാണ് ആദ്യ പ്രയോറിറ്റി. അതിന് നാവികസേനയുടെ മാത്രമല്ല നമ്മുടെ ഒക്കെയും ആദ്യ പ്രയോറിറ്റി അർജുന്റെ വിവരങ്ങൾ അറിയുക എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട വിവരമാണ്. SKN നമ്മൾ കേരളം ഒന്നാകെ ഹൃദയമടക്കി കാത്തിരുന്ന, അല്ലെങ്കിൽ കരളുരുകി കാത്തിരുന്ന, പ്രാർത്ഥിച്ചു കാത്തിരുന്ന ആ വിവരം എപ്പോൾ വരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ SKN ഇവിടെ ഷിരൂരിൽ നല്ല ഗംഭീരമായ മഴയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് മഴയൊന്ന് മാറി. ഇപ്പോൾ ആകാശം ഒന്ന് തെളിഞ്ഞിരുന്നു അല്പസമയം മുൻപ്, പക്ഷേ ഇപ്പോഴും വീണ്ടും മേഘാവൃതമാകുന്നു. SKN ഷിരൂരിലെ മഴ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ ആഷ്മി, ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഈ ഗംഗാവലി നദിയുടെ ഇങ്ങേക്കരയിൽ നിന്നുള്ള ഡ്രോൺ വിഷ്വൽസ് ആണ്. നമുക്ക് കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ഈ ഡ്രോൺ പറത്താൻ അവിടെ കഴിയാത്ത ഒരു ഡ്രോൺ അവിടെ നിന്ന് ഉപയോഗിക്കരുതെന്ന് കർശനമായ നിർദ്ദേശമുണ്ട്. നമ്മൾ നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായി നമ്മൾ പാലിക്കുന്നുണ്ട്. ഗംഗാവലി നദിയുടെ ഇങ്ങേക്കരയിൽ നിന്ന് ഞങ്ങളുടെ ക്യാമറമാൻ പകർത്തുന്ന ദൃശ്യങ്ങളാണ് തത്സമയം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.